ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസ്. നമ്മളുടെ ഈ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് കിച്ചണിലത്തേക്കും വീട്ടിലത്തേക്കും വേണ്ട അത്യാവശ്യം വേണ്ട നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ആക്സസറീസിനെ കുറിച്ചാണ്. അതിൻ്റെ യൂസ്ഫുള്ളും അതിൻ്റെ റിവ്യൂ ഒക്കെയാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിൽ അത്യാവശ്യമുള്ള ഒന്നാണ്, ചൂലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരല്പം വ്യത്യസ്തമായിട്ടുള്ള എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ചൂലാണ്. ഗാല ചൂലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. എന്നാൽ ശരി, നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഗാലാച്ചൂല്. ഈ ഗാലാച്ചൂല് ഞാൻ വാങ്ങിയതിന് ശേഷമുള്ള എൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ചൂല് വാങ്ങിയിട്ട് ഞാനിപ്പോൾ ഏകദേശം 1 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വാങ്ങിയ പുതിയ ചൂലാണ്. അപ്പോൾ നമ്മൾ ഈ ചൂല് വാങ്ങുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിച്ച് വാങ്ങേണ്ട ഒരു കാര്യമാണ്, നോ ഡസ്റ്റ് ബ്രൂം എന്ന് എഴുതിയിട്ടുള്ള ആ ചൂല് മാത്രമേ വാങ്ങാവൂ. കാരണം ഗാലാച്ചൂലിൽ തന്നെ വേറെ ടൈപ്സിലുണ്ട്. അതായത് നമ്മളെ സാധാരണ ചൂലുണ്ടല്ലോ, സാധാരണ പുല്ലുള്ള ചൂല്, ആ ഒരു ചൂലും ഉണ്ട്, അതല്ലാതെ പ്ലാസ്റ്റിക്കിലുള്ളതും ഉണ്ട്. അപ്പോൾ നമ്മളത് വാങ്ങുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നോക്കിയിട്ട് വാങ്ങണം. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു സ്ക്രബ്ബർ കൂടി ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിത് പഴയത് വാങ്ങുന്ന ടൈമിൽ എനിക്കത് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ കൂടെയാണ് ആ സ്ക്രബ്ബർ കൂടി കിട്ടിയിട്ടുള്ളത്. ഈ ഗാലാച്ചൂലിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് വാഷബിൾ ആണ്. ഇതിൻ്റെ ഓരോ നായും തന്നിട്ടുള്ളത് പ്ലാസ്റ്റിക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ നമുക്കിതിൽ പ്രത്യേകിച്ച് പൊടിയോ അങ്ങനെ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് വാഷ് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമാണ് ഇതിൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വരുന്നത്, ഇത് സ്റ്റെപ്പ് ആയിട്ടാണ് ഇതിൻ്റെ ഓരോ ലെയറും പോയിട്ടുള്ളത്. അതിൻ്റെ പേരിൽ തന്നെ താഴെയിലുള്ള ഡസ്റ്റും അഴുക്കും എല്ലാം നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലെപ്പോഴും കോർണറിലെല്ലാം ചെറിയ മുടികളും അതുപോലെ തന്നെ ആ മുടി പോലത്തെ ചെറിയ ചെറിയ നാരൊക്കെ ഉണ്ടാകും. അത് നമ്മൾ സാധാരണ ചൂല് വെച്ചിട്ട് എടുത്താലൊന്നും പെട്ടെന്നൊന്നും വരില്ല, അല്ലാന്നുണ്ടെങ്കിൽ അത് പറന്നിട്ടൊക്കെ പോകും. പക്ഷേ ഈ ചൂലിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഇതിൽ തന്നെ റോൾ ചെയ്തിട്ട് അതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ചൂലിൻ്റെ വേറൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് പ്ലാസ്റ്റിക്കിലുള്ളതാണെന്ന് പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളിത് അടുത്ത് വെച്ചിട്ട് നോക്കിയാൽ മാത്രമേ ഇത് പ്ലാസ്റ്റിക് ആണെന്ന് മനസ്സിലാവുള്ളൂ. സാധാരണ നമ്മുടെ പുൽച്ചൂലിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ വാങ്ങി ഒരാഴ്ച കഴിഞ്ഞാലും അതിനുള്ളിലെ പൊടിയൊക്കെ പോകാനായിട്ട് ഒരാഴ്ചയിൽ കൂടുതൽ ദിവസം എടുക്കും, എങ്കിൽ ആ പൊടിയൊക്കെ പോയിട്ട് കിട്ടുള്ളൂ. പക്ഷേ ഈ ചൂലിൽ ആ ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു പൊടി എന്ന് പറയുന്ന സംഭവം ഇതിൽ നിന്ന് വരില്ല. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അതിൻ്റെ പേരിൽ അതില്ല. നമുക്കിത് വീട്ടിലെ ഫ്ലോറിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും വാങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് ചൂല ആയതിൻ്റെ പേരിൽ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അവർ തന്നെ പറയുന്ന കാര്യങ്ങളാണ്, എർഗോണമിക് ഹാൻഡിലാണ്, അതുപോലെ തന്നെ വാഷബിൾ ആണ്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒന്നാണ് ഈ വാഷബിൾ ആയിട്ടുള്ളത്. കാരണം നമ്മൾ ഈ 1 മാസമൊക്കെ ചൂല് യൂസ് ചെയ്യുമ്പോഴത്തേക്കും തറയിലെ പൊടിയും അഴുക്കെല്ലാം കൊണ്ടിട്ട് ചൂലെല്ലാം നല്ലതുപോലെ കറുത്തിട്ട് ആ ഒരു സ്മെല്ലൊക്കെ വെച്ച് തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ നമുക്കിത് സൂപ്പറായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ മിക്കവാറും ഒരു 5 മിനിറ്റ് സർഫിലൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് കഴുകിയെടുക്കാറാണ് പതിവ്. പുതിയ ചൂല് പോലെ തന്നെ വീണ്ടും നമുക്കത് കിട്ടും. പിന്നെ വരുന്നത് ഡ്രാപ്സ് ഹെയർ ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ്, എവിടെ മുടി ഉണ്ടെങ്കിൽ ആ മുടികളൊക്കെ പെട്ടെന്ന് ഈ ചൂലിൽ ഇങ്ങനെ ചുറ്റിയിട്ട് വരും. അതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ ഇവിടെ ഒറിജിനലിൽ നിന്ന് എഴുതിയിട്ടുണ്ടാവും, അപ്പോൾ അതുകൂടി നമ്മൾ നോക്കി വയ്ക്കണം. ഇതിൽ XL സൈസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. XL സൈസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ സൈസ് ഉണ്ട്. അപ്പോൾ XL-ലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള. ഇച്ചിരി വലുപ്പത്തിലും അതുപോലെ തന്നെ ഇച്ചിരി വീതിക്കൊക്കെ കിട്ടുന്നത് XL ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 200 റേഞ്ചിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ചൂല്, പഴയ ചൂല് വാങ്ങിയത് 160 രൂപയ്ക്കാണ്. ഒരു ഓഫർ ടൈമിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ കണ്ടപ്പോൾ ഇത് വാങ്ങിയതാണ്. എനിക്ക് അവിടെ നിന്ന് 180 രൂപയ്ക്കാണ് ഈ ചൂല് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചില സമയത്തെല്ലാം ഓൺലൈനിൽ ഓഫറിൽ 140 രൂപയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും സമയം നമ്മൾ സംസാരിച്ചത് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമാണ്. ഇതിൻ്റെ നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്നാൽ ഇതിൻ്റെ പ്രൈസ് റേറ്റ് 200 മാക്സിമം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് റേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓൺലൈനിലും സൂപ്പർ മാർക്കറ്റിലും എല്ലാം പല റേറ്റിലാണ്. ഓൺലൈനിലൊക്കെ 160ക്ക് കിട്ടും, പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് 180 രൂപയ്ക്കാണ് തരുന്നത്. ആ ഒരു ഇത് മാത്രമാണ് എനിക്കിതിൽ തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ചിട്ട് ഒരു നെഗറ്റീവായിട്ട് എനിക്കിതിലൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതെടുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് അത് വാങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സൂപ്പർ മാർക്കറ്റിലെല്ലാം ഈ ഗാലാ ചൂല് ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ഗാലാ ചൂലിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളതും നെഗറ്റീവ് സൈഡൊക്കെ നിങ്ങൾ കമൻസിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളെ കമൻസിലൂടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ നമുക്ക് ഷമീസ് കിച്ചൺ എന്നൊരു ചാനൽ കൂടി ഉണ്ട്, അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടേക്കണം. കൂടാതെ തന്നെ ഫേസ്ബുക്കിൽ ഷമീസ് കിച്ചൺ പേജ് ഉണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ടിപ്സ് റിവ്യൂസ് ഒക്കെ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസ്.